അദ്ദേഹം ആക്രമിച്ചപ്പോൾ ഞങ്ങളങ്ങ് പേടിച്ച് പോവുമോ? അദ്ദേഹം ആക്രമിക്കട്ടെ. ആക്രമിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ബേസ് ഉണ്ടോ? അല്ല, മുന്നേറ്റം ഉണ്ടാവും. UDF നല്ല മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. 14 ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ 1-2 ജില്ലകൾ ഒഴിച്ച് മിക്കവാറും ജില്ലകളിൽ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം. മുഖ്യമന്ത്രി അടക്കം തരുന്ന, അതായത് വല്ലാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ ഒറ്റയിരുന്ന് ആക്രമിക്കുന്നൊരു രീതിയാകാണ്. ഇതിനെങ്ങനെയാണ്? അദ്ദേഹം ആക്രമിച്ചപ്പോൾ ഞങ്ങളങ്ങ് പേടിച്ച് പോവുമോ? അദ്ദേഹം ആക്രമിക്കട്ടെ. ആക്രമിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ബേസ് ഉണ്ടോ? ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്രമണം അദ്ദേഹം സ്വയം ഡിഫൻസിലാവുകയല്ലേ ചെയ്തത്. എനിക്കറിയില്ല ആരാ അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുത്തത് ആ പ്രസ്താവനക്കാണ്. ആ പ്രസ്താവനയിലൂടെ അദ്ദേഹം സ്വന്തം മുഖം വികൃതമാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആ പ്രസ്താവനയിലൂടെ സ്വന്തം മുഖം വികൃതമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. സത്യത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള സമീപനമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത്. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ എതിരായിട്ടാണ് വന്നത്. ഇതിലൊന്നും ഞങ്ങൾക്കൊരു കൂസലുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. അതുതന്നെയാണ് ഒന്നാമത്തെ നേട്ടം. UDFൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്ന് വാർഡിലെ പ്രവർത്തകരുടെ ഇച്ഛക്കനുസരിച്ചാണ് 90% സ്ഥാനത്തും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാം ഗുണം ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എപ്പോഴുള്ള ക്ഷീരമുള്ളവരകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകമുള്ളൂ. ഞാനിന്നലെ നിങ്ങളൊക്കെ പറഞ്ഞോട്ട് നോക്കി ഞാൻ വെരിഫൈ ചെയ്തു DC പ്രസിഡന്റ്. അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അവിടെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഇപ്പം ഈ രാജ്യത്തെ എല്ലാവരും 2 കോടി ജനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായിക്കൂടാ, അതില്ലല്ലോ. അതാണോ അതിൻ്റെ ബേസ്? വി ആർ ക്ലിയർ ഓൺ ദാറ്റ്.